ക്രൈസ്തവ സമൂഹം ഏറെ പവിത്രമായി കരുതുകയും ദൈവാരാധനയ്ക്കായി ഒത്തുചേരുകയും ദിവ്യബലി അർപ്പിക്കുകയും ചെയ്യുന്ന ദേവാലയത്തിനു നേരെ അവഹേളനം. റോമിലെ ഒസ്റ്റിയയിലെ സാൻ നിക്കോള ഡി ബാരി ദേവാലയത്തിനും റോമ ടെർമിനി ട്രെയിൻ സ്റ്റേഷനിലെ ചാപ്പലിനു നേരെയുമാണ് ആഴ്ചയുടെ വ്യത്യാസത്തിൽ അവഹേളനം. ടെർമിനി ട്രെയിൻ സ്റ്റേഷനിൽ യാത്രക്കാർക്ക് ആശ്വാസവും കൂദാശകളുടെ പരികർമ്മവും നടത്തപ്പെടുന്ന ചാപ്പലാണ് സാമൂഹ്യവിരുദ്ധർ മനുഷ്യവിസർജ്യത്താൽ അവഹേളിച്ചത്. ആദ്യത്തെ സംഭവത്തിന് വെറും ദിവസങ്ങൾക്കു ശേഷമാണ് അടുത്ത സംഭവം ഒരു പൊതുയിടത്ത് സ്ഥിതി ചെയ്യുന്ന കത്തോലിക്ക ചാപ്പലിൽ അരങ്ങേറിയത്. പവിത്രമായ ദേവാലയത്തിനുള്ളിൽ നടന്ന വളരെ ഗുരുതരവും പറഞ്ഞറിയിക്കാൻ കഴിയാത്തതുമായ ദൈവനിന്ദയുടെ പ്രവൃത്തിയിൽ നടുങ്ങിപ്പോയതായി രൂപത പ്രസ്താവനയിൽ അറിയിച്ചു. പരിഹാര ദിവ്യബലി അടുത്തുള്ളൊരു ദേവാലയത്തിൽ അർപ്പിക്കുകയും ദേവാലയവും ബലിപീഠവും വിശുദ്ധീകരിക്കുകയും ചെയ്തു. റോമിലെ മുനിസിപ്പാലിറ്റിയുടെ മുൻ പ്രസിഡന്റ് മാരിയോ ഫാൽക്കണി സംഭവത്തിൽ അപലപിച്ചു. സ്റ്റേഷനിലെ ചാപ്പൽ പലപ്പോഴും ഒരു അഭയസ്ഥാനമാണ്. പലരും ആശ്വാസം തേടിയും കുമ്പസരിക്കുവാനും ഇവിടെ അണയുന്നുവെന്നും പക്ഷേ നിർഭാഗ്യവശാൽ അതിന്റെ പവിത്രമായ സ്വഭാവത്തോട് ചിലർക്ക് ബഹുമാനമില്ല എന്നും ടെർമിനി ചാപ്പലിൻ ഡയറക്ടറായ ഫാദർ ഡൊമിനിക്കോ മോണ്ടഫോർട്ട് ഒരു ഇറ്റാലിയൻ വാർത്താ ഏജൻസിയോട് പറഞ്ഞു. ദൈവനിന്ദാപരമായ ഈ കുറ്റകൃത്യം ചെയ്തവരെ ഇതുവരെയും കണ്ടെത്താനായിട്ടില്ല. കഴിഞ്ഞ വർഷം മാത്രം യൂറോപ്പിലുടനീളവും ലോകമെമ്പാടും ദേവാലയങ്ങൾക്കെതിരായി നിരവധി അക്രമങ്ങളും അവഹേളന സംഭവങ്ങളും അരങ്ങേറിയിട്ടുണ്ട്.